റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഐസ ബീബി റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ദുനിയാവും അതിന്റെ ഇരട്ടി കിട്ടുന്നതിനേക്കാളും സന്തോഷമാണ് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരുപാട് രോഗങ്ങൾക്കുള്ള മരുന്ന് പുറത്തു പറയാൻ മടിക്കുന്ന ചില രോഗങ്ങളുണ്ട്. അമിതം പേരും പുറത്തു പറയാൻ മടിക്കുന്ന ഒരു രോഗമുണ്ട്. ചില രോഗങ്ങൾ ഞാനാണല്ലോ മലദ്വാരത്തിൽ വരുന്ന പല പല രോഗങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല, എങ്ങനെയൊക്കെ പറയുന്ന ചില രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങൾ എല്ലാവരും മറച്ചു വെച്ചുണ്ടാക്കുക. ഈ രോഗത്തിനുള്ള മരുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുബഹിയുടെ സുന്നത്ത് നമസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്ത് ഓതണം. ഒന്നാമത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്. എന്നിട്ട് അതേ റക്അത്തിൽ തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഒരേ റക്അത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ഇവിടെ പറഞ്ഞു തരുന്നു പല രോഗങ്ങൾക്കുള്ള മരുന്ന. സുബഹിയുടെ ഒന്നാമത്തെ റക്അത്തിൽ അലം തറ കൈഫ, അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്ത്, 2 സൂറത്തുൽ കാഫിറൂൻ, 2 സൂറത്ത് ഒരു റക്അത്തിൽ ഓതണം. എന്നിട്ട് രണ്ടാമത്തെ റക്അത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് പറയുന്ന സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ 2 സൂറത്തുകൾ ഓതിയിട്ട് നിസ്കരിച്ചാൽ പല രോഗങ്ങൾക്കും അത് ശിഫയുണ്ടെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലപ്പാ, നിസ്കരിക്കാൻ പറ്റിയ നിസ്കാരമല്ല. എന്തായാലും സുബഹിക്ക് നിങ്ങൾ ചെയ്തു നോക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഫത്വൽ മുഈനിലൊക്കെ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഫത്വൽ മുഈനിൽ കാണാം. ഇത് ഞാൻ എൻ്റെ കയ്യിൽ പറഞ്ഞതൊന്നുമല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗങ്ങൾക്കുള്ള ഖുർആനിലില്ലാത്ത ഏതെങ്കിലും ഉണ്ടപ്പോൾ നിങ്ങൾക്ക് ഏത് രോഗത്തിന് വേണമെങ്കിലും ഖുർആനിൽ മരുന്നുണ്ട്, കണ്ടെത്തിയാൽ മതി. ഏത് രോഗങ്ങൾക്കും വസ്വാസ് മാറാനുണ്ടല്ലോ, കടം മാറാനുണ്ടല്ലോ, രോഗം മാറാനുണ്ടല്ലോ, ദുരിതങ്ങൾ മാറാനുണ്ടല്ലോ. അള്ളാഹു നിന്റെ വഴികൾ തുറന്നു തരാൻ ഖുർആനിൽ ആയത്തുണ്ടല്ലോ. എഴുത്തനെ കടത്തണമെങ്കിലും ഉണ്ടല്ലോ, ഹജ്ജക്ക് എല്ലാം ഖുർആനിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഈ സിഹറൊക്കെ ചെയ്യുന്നവരൊക്കെ ഇതാ പരിപാടി, മനുഷ്യനെ കൊല്ലാൻ വരെ പണി ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ അള്ളാഹ് വൻപാപങ്ങളെ പെടുത്തിയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് മരിക്കണ കാലം വരെ മുറുകെ പിടിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം ജുമഅയ്ക്ക് മുമ്പ് നീ കുളിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്ത് ചെയ്തു? വെള്ളിയാഴ്ച ദിവസം പറ, ജുമഅയ്ക്ക് പഠിച്ചില്ലേ, ജുമഅയ്ക്ക് കുളിച്ചിട്ട് പള്ളി വന്നാലുള്ള പ്രതിഫലം. വെള്ളിയാഴ്ച ദിവസം ജുമാ നിസ്കരിക്കാതെ വരുമ്പോ കുളിക്കാതെ വരുന്നതിന്റെ പ്രതിഫലം, കുളിച്ചിട്ട് വരുന്നതിന്റെ പ്രതിഫലം. എണ്ണ തേക്കണം, മുത്തുനബി പഠിപ്പിച്ചില്ലേ? എടാ നീ എണ്ണ തേക്ക്, എന്നിട്ട് നീ കുളിക്ക്. എന്നിട്ട് പറയുന്നു, വെള്ളിയാഴ്ച ദിവസം ഫർള് കുളി. ഭർത്താക്കന്മാര് വെള്ളിയാഴ്ച ദിവസം ഫർള് കുളി കുളിച്ച് അതിന് വേറെ പ്രതിഫലം എന്നാ. അന്നത്തെ ദിവസം ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ട് ഫർള് കുളിയാക്കിയ അന്ന് ഭർത്താവിനും ഭാര്യയ്ക്കും വേറെ പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലൈവായതുകൊണ്ട് ഞാൻ പറയുന്നില്ല ബാക്കി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എവിടെ കട്ട് ചെയ്യാൻ പറ്റും അവിടെ കട്ട് ചെയ്താളെ, എന്നിട്ട് എടുത്തിട്ട് നമ്മളിട്ട് പൊളിച്ചെടുക്കും. അതുകൊണ്ടാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് രണ്ടാമത് കൊടുത്ത ഉപദേശം വെള്ളിയാഴ്ച കുളിക്കണം, നിർബന്ധമാണ്. ഒരു പ്രത്യേക കുളി വെള്ളിയാഴ്ച ദിവസം. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാസത്തിലെ 3 സുന്നത്ത് നോമ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് കൊടുത്ത മൂന്നാമത്തെ ഉപദേശം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാസത്തിൽ 3 സുന്നത്ത് നോമ്പുണ്ട്. അള്ളാഹു നമുക്ക് പിടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മരിക്കുന്ന കാലം വരെ നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ പിടിക്കണേ എന്ന് തന്റെ വഫാത്തിനോടടുത്ത സമയം മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് മുത്തുനബി കൊടുത്ത മൂന്നാമത്തെ ഉപദേശമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഫർദ് നോമ്പ് തന്നെ പിടിക്കണ പാട് നമുക്കറിയാം. സുന്നത്ത് നോമ്പ്, റജബ് 27 നോമ്പ് വന്ന, മേറാജിന്റെ നോമ്പ് വന്ന, അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എന്ന് ഒതുക്കുന്ന ടീമാകുമ്പോൾ അല്ലേ ആ സുന്നത്ത് നോമ്പ്. പിന്നല്ലേ മാസത്തിലെ നോമ്പ്, തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പ് പിടിക്കണ പോട്ടെ, അല്ലെങ്കിൽ അയ്യാമു തശ്രീഖിന്റെ നോമ്പ് പിടിക്കണ പോട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, റജബ് 27 ഒക്കെ വരുമ്പോ, ബറാത്തിന്റെ രാവ് വരുമ്പോ, ഉണ്ടോപ്പാ ഇതൊക്കെ സുന്നത്താണോപ്പാ, ഇത് ഏത് കിതാബിലുണ്ടപ്പാ? അവന്റെ വാപ്പ പിടിച്ചിട്ടുണ്ട്, ആ കിതാബിലാ ഉള്ളത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ വാപ്പ പിടിച്ചിട്ടുണ്ടപ്പാ, അല്ലേ? നിങ്ങളുടെ വാപ്പമാര് പഠിച്ചിട്ടില്ലേ? നമ്മുടെ ഉസ്താദന്മാര് പറഞ്ഞു തന്നിട്ടില്ലേ? അത് തന്നെ തെളിവ്. പിന്നെ കൂടുതൽ തെളിവ് വയ്ക്കാൻ പോയാൽ, പണ്ടൊരു ചങ്ങാതി കൂടുതൽ തെളിവ് വെക്കാൻ പോയിട്ട് ഇതുവരെ കാണാൻ കിട്ടിയിട്ടില്ല, എവിടാന്ന് അറിയത്തില്ല.
നാളെ പരലോകത്ത് കാണാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവസ്ഥ നമ്മൾ കാര്യങ്ങൾ പറയണല്ലോ. അതുകൊണ്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല. തെളിവ് ചോദിക്കാൻ പോയാൽ വലിയ പാടാ. നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. ഖുർആൻ എടുത്ത് നോക്ക്. മൂസാ നബി അലിഹിസ്സലാം തന്റെ സമുദായത്തോട് പറഞ്ഞു, ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. അത്രേ പറഞ്ഞുള്ളൂ. ഇവിടെ എന്താ ചരിത്രം പറയുന്നു, മൂസാ നബി അള്ളാഹിനോട് ചോദിക്കാൻ പോയി കിട്ടുന്ന പണി ഞാൻ പറയാം. അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എന്തൊരു വിഷയത്തിൽ എന്താന്ന് ഓർമ്മ ഒരു ചരിത്രം യാദർശികമായി പറഞ്ഞതാ. ഏതോ ഒരു ചരിത്രം പറഞ്ഞപ്പോൾ നിങ്ങളൊരു പശുവിനെ അറുത്തു കൊടുക്കണം. അപ്പൊ ഇവന്മാര് ചോദിച്ചു, ഏത് പശുവിനെ അറുക്കണം? ഏതെങ്കിലും ഒരു പശുവിനെ അങ്ങ് അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. തിരിച്ച് അള്ളാഹിനോട് ചോദിച്ചു, ഏതാ മൂസ? അപ്പൊ അള്ളാഹ് ലോകത്ത് കിട്ടാത്തൊരു പശുവിന്റെ കഥ പറഞ്ഞു കൊടുത്തു. ആരാ? അള്ളാഹ്. നമ്മളെ വിറ്റ കാശ് അള്ളാഹടുത്തുണ്ട്. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. എടാ അള്ളാഹ് പറഞ്ഞു, മൂസ അവരോട് പറ, ഒരു പശുവിനെ അറുത്തു കൊടുക്കാൻ, ഒരു മൃഗത്തെ അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഉടനെ ചോദിച്ചു, ഏത്? അള്ളാഹ് പറഞ്ഞു, ഇന്ന നിറം. ചരിത്രം വായിച്ചു നോക്കും. അവൻ്റെയൊക്കെ തിരക്കി ലോകത്തില്ലാത്ത വില കൊടുത്തിട്ട് വാങ്ങേണ്ട വന്നു ആ മൃഗത്തെ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ചോദ്യം ചോദിച്ച് അങ്ങോട്ട് പോയാൽ അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ 3 ഇൽമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരാണ് ശുഹദാക്കള്. ഞാൻ ഇത്രയും പറഞ്ഞത് ശുഹദാഇന്റെ മഹത്വം മനസ്സിലാക്കാനാ. അള്ളാഹു ഷഹീദായി മരിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. വാച്ചി നോക്കണ്ട, 9:35 ഞാൻ കണ്ടു. എത്രയായി? 1 മണിക്കൂറായി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഷഹീദായി മരിച്ച കിട്ടുന്ന പ്രതിഫലം മനസ്സിലായോ? പറ ഇൻഷാല്ലാഹ് ഒന്നും വേണ്ട. മനസ്സിലായി എങ്കിൽ അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്ന 2ാമത്തെ വ്യക്തി ആരെന്നറിയോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകത്തിലേക്ക് അള്ളാഹു ആദ്യമായിട്ട് വലിച്ചെറിയുന്ന 1ാമത്തെ വിഭാഗം ഖുർആൻ പഠിച്ചവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചവൻ എന്തിന്? അള്ളാഹുടെ തൃപ്തിക്ക് വേണ്ടിയല്ല, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ല. എല്ലാവരുടെ മുന്നിൽ വലിയ ഹാഫിള്, വലിയ ആലിം, വലിയ ആളാണ്, വലിയ കൊലകൊമ്പനാണെന്നറിയാൻ വേണ്ടി ഖുർആൻ പഠിച്ചവൻ, അവന്റെ ഗതി വളരെ പരിതാപകരമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറ, ഞങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാ. കട ഉദ്ഘാടനം ചെയ്യാൻ ആരെയെ വിളിക്കണേ? ഉസ്താദിനെ അല്ലേ? ഇവിടുന്ന് കുറ്റിയടിക്കാൻ വിളിക്കുന്ന ആര്? ഉസ്താദിനെ. അപ്പം ബറക്കത്ത് നരകം ആദ്യം കത്തിക്കുന്ന ആരെടുത്ത് വെച്ചാ? എടാ, കട ഉദ്ഘാടനം ചെയ്യാനും വീട് കുറ്റിയടിക്കാനും വണ്ടി ഉദ്ഘാടനം ചെയ്യാൻ മാത്രമല്ല ഉസ്താദന്മാര്. നരകത്തിലേക്ക് അള്ളാഹു ആദ്യം എടുത്തു വെക്കണ വറവ് അവര് തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സന്തോഷമായില്ലേ? അങ്ങനെ തന്നെ വേണം ഉസ്താദെ, കത്തണമാര് തിരിയില്ലേ? ശരി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 2 അള്ളാഹു നരകത്തിലേക്ക് കത്തിക്കാൻ എടുത്തു വെക്കുന്ന 2ാമത്തെ വിറക് മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വമുജാഹിദുൻ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഷഹീദായ ശുഹദാഇന്റെ ശരീരമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 2 ആര്? ശുഹദാക്കളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനെ ശുഹദാ? ഏത് ശുഹദാ? പ്രശ്നെ ഞാൻ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് പേരും മഹത്വം ഉണ്ടാവണം. അള്ളാഹുടെ തൃപ്തിയൊന്നുമില്ല, അള്ളാഹുടെ തൃപ്തിയും പൊരുത്തമൊന്നുമില്ല. എന്നെ എല്ലാവരും ഷഹീദ് എന്ന് വിളിക്കണം. രാജ്യത്തിന് വേണ്ടി കൊടുത്തവൻ, അതിനു വേണ്ടി കൊടുത്തവൻ അല്ലേ? പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടില്ലേ? അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ മഹാനായ സയ്യിദന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല, ഇവിടെ നിന്ന് ചരിത്രം കാണുമല്ലോ. ഇവിടെ നിന്ന് എത്രയോ സംഭവം അറിയാം. ഇസ്ലാമിന്റെ ഒരുപാട് സഹാബത്തിനെ കൊന്ന ഒരുത്തനെ മലർത്തിയിട്ടു. ഒരുപാട് മുസ്ലിമീങ്ങളെ, ഒരുപാട് സഹാബത്തിനെ കൊന്ന ഒരുത്തനെ അവസാനം അവനങ്ങട്ട് അവന്റെ നെഞ്ചത്ത് കയറിയിരിക്കുക തലവെട്ടാൻ. സഹാബികൾ മുഴുവൻ ഇപ്പൊ അവന്റെ തല വിട്ടു എന്ന് പറഞ്ഞിങ്ങനെ നോക്കി നിൽക്ക. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു നെഞ്ചത്തിരുന്നിട്ട് വാളെടുത്തിട്ട് അവന്റെ കഴുത്തിലേക്ക് വെച്ചപ്പോ അവനൊരൊറ്റ തുപ്പ്. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി. ആ കഴുത്തിൽ വെച്ച വാളെടുത്തിട്ട് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ടെഴുന്നിട്ട് പോയി. അവന്റെ കഴുത്തിൽ വെച്ചിരുന്ന വാളെടുത്തിട്ട് കരഞ്ഞുകൊണ്ടെഴുന്നിട്ട് പോയി. എല്ലാവരും ചോദിച്ച്, എന്തേ അവനെ കൊല്ലണ്ടേ? അവനെ കൊന്നുകളയണ്ടേ? ഒരുപാട് സഹാബത്തിനെ കൊന്നവനല്ലേ, എന്തേ വെറുതെ വിട്ടേ? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അവൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോ എനിക്ക് ഇത്തിരി ദേഷ്യം തോന്നി. അവൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോ എനിക്ക് അവനോട് അല്പം ദേഷ്യം തോന്നി. അങ്ങനെ കൊന്ന എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലമില്ല.
അല്ലാതെ കൊന്നിരുന്നെങ്കിൽ പ്രതിഫലമുണ്ട്. പക്ഷെ അവൻ തുപ്പിയപ്പോ സ്വന്തം കാര്യമില്ല, അവൻ ഇത്തിരി ദേഷ്യം കൊണ്ടായി. ആ സമയത്ത് ചെയ്താൽ എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിഫലം കിട്ടില്ല, അതുകൊണ്ടായി എഴുന്നേറ്റ് പോയത് എന്ന് മഹാനായ സയ്യിദന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അതാ, പേരും വേണ്ട, നോട്ടീസും വേണ്ട, ഫ്ലക്സും വേണ്ട, ഒന്നും വേണ്ട. അല്ലാഹ് അറിഞ്ഞാ മതി, അല്ലാഹ് അറിഞ്ഞാ മതി. അല്ലാഹു നമുക്ക് ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിരിപ്പിൽ കിടന്ന് മരിച്ചിട്ട് നാളെ ബദരീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തെ അധികമായിട്ട് ചിന്തിക്ക്. ഒരു ദിവസം 20 പ്രാവശ്യം മരിച്ചു പോകുമെന്ന് കരുതുന്നവന് ഷഹീദിന്റെ കൂലിയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തതാ, ഒരു ദിവസം 20 പ്രാവശ്യം എന്ത് ചെയ്യണം? പൈസ ഉണ്ടാക്കണം, 99 100 999 1000 ആക്കണം എന്ന് ചിന്തിക്കലല്ല. 2 നില വീട് വേണമെന്ന് ചിന്തിക്കലല്ല. എടാ സിറാജ്, ഞാൻ മരിക്കൂടാ എന്ന് ഒരു ദിവസം 20 പ്രാവശ്യം ഞാൻ ചിന്തിച്ച എനിക്ക് നാളെ ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് എന്തായാലും ഒരുമിച്ച് കൂടിയതല്ലേ, ഒരു നന്മ പഠിച്ചിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 3ാമത്തെ വിഭാഗം ഏതാണെന്ന് ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച പഠിക്കാം. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നുപോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടന്നുപോയി. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ സ്വർഗമുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് വലിയ സന്തോഷമായി. മുത്തുനബിയുടെ ചാരത്ത് നിന്നിങ്ങനെ പുറത്തേക്ക് വരുമ്പോ ആരാ വരുന്നത്? മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷത്തിൽ ഇറങ്ങി വരിക, വളരെ സന്തോഷത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരിക. അപ്പൊ എന്തേപ്പാ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവന് സ്വർഗമുണ്ട്. ഞാൻ സഹാബത്തിനോട് പറയാൻ പോവാ. എന്താ പറഞ്ഞേ? അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നവന് സ്വർഗമുണ്ട്. ഞാൻ അതുകൊണ്ട് എല്ലാവരോടും പറയാൻ പോവാ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ കവള് നോക്കിയിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് നിങ്ങൾ ഒരൊറ്റ ഒരെണ്ണം കിട്ടുകൊടുത്തു, ഒരൊറ്റ അടിയം കിട്ടുകൊടുത്തു. ഇത് ആരോടും പറയേണ്ടതാന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു എന്താ അടിയായിരിക്കും ചിന്തിച്ചു നോക്കിയേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല നമ്മളൊരു പെടലിക്ക് ഒരെണ്ണം കൊടുത്തു പറയത്തില്ല, ഒരൊറ്റ ഒരെണ്ണം. പടച്ചവനെ, ഉമർ തങ്ങളുടെ ധൈര്യം വിലക്ക് പറയണോ? അബൂ ഹുറൈറ തങ്ങൾ പാവപ്പെട്ട ചങ്ങാതി പടച്ചവനെ മുഖം പൊത്തി കരഞ്ഞോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുറ്റത്ത് ചെന്നു, നബിയേ, എന്നെ ഉമർ തല്ലി നബിയേ. നബി, അങ്ങ് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞതിന്റെ പേരിൽ ഉമർ തങ്ങൾ എന്നെ തല്ലി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിച്ചു, എന്തിനാ തല്ലിയെന്ന്? നബി, ഈ കാര്യം പോയിട്ട് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്താൽ പിന്നെ ആരെങ്കിലും ഇബാദത്തിന് നിൽക്കുവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാവരും അതല്ലേ. അതുകൊണ്ടല്ലേ 27-ാം രാവിലെ നമ്മുടെ പള്ളിയിൽ കയറുന്നത്. അല്ലാഹു ഈ മന്ദിരമാറാകട്ടെ. അലച്ചിക്കേ, എടാ 27-ാം രാവിന്റെ അന്ന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ ഖുർആൻ പറഞ്ഞു. അപ്പൊ റമളാൻ മാസത്തിലെ 27-ാം രാവിന്റെ അന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കയറണേ. അത് ഇന്ന ദിവസമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ ലോകത്ത് ഏതെങ്കിലും പള്ളി അന്നത്തെ ദിവസം കാര്യം ഉണ്ടാകുമോ? അള്ളാഹിക്ക് അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു കൊടുത്തു 27-ാം രാവ് ഇന്നത്തെ ദിവസമാണെന്ന്. പറയാൻ ഓടുമ്പോഴാ ഓടുന്ന വഴി രണ്ടന്മാര് കിടന്ന് തല്ലണേ. ഇത് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുമ്പോ 2 സഹാബത്ത് വഴക്കൂടിക്കൊണ്ടിരിക്കുക. അങ്ങ് മറപ്പിച്ചളഞ്ഞു കുറച്ച്. കാരണം പറയണ്ട, കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം അന്നേ കയറത്തുള്ളൂ. ബാക്കി 364 ദിവസം പുറത്ത്, ഒരു ദിവസം പള്ളിക്കകത്ത്. കാരണം വർഷങ്ങളോളം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ വർഷത്തെ 27-ാം രാവിന്റെ അന്ന് തന്നെയായിരുന്നു ലൈലത്തുൽ ഖദർ. കാരണം അന്ന് ഒരുപാട് അടയാളങ്ങൾ ഉണ്ടായിരുന്നു. ലൈലത്തുൽ ഖദർ ഉണ്ടാകുന്നതിന് ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആരും ഇല്ലായിരുന്നു, എല്ലാം പോയി. വിഷയമില്ല. അവസാനം ഞാൻ ഉണ്ടായിരുന്നു, മുസമ്മിൽ ഉസ്താദ് ഉണ്ടായിരുന്നു, സലീം ഉസ്താദിന്റെ 2-3 ഉസ്താദന്മാർ, വേറെ ആരും ഇല്ല, എല്ലാവരും പോയി.
വീട്ടിലെങ്കിലും ഇരുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമുക്ക് ലഭിച്ചവർ നമ്മളെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവങ്ങനെ ഈ പ്രാവശ്യം എല്ലാം കൊറോണയുടെ പേരിലായിരുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ? ഉമർ തങ്ങളോട് ചോദിച്ച് എന്തിനാ തല്ലിയേ? നബി ഇത് പോയിട്ട് പറഞ്ഞു കൊടുത്ത ജനങ്ങൾ ഇബാദത്തിൽ അലസത കാണിക്കുമല്ലോ, അതുകൊണ്ടാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, അടിച്ചതിന് ഇപ്പൊ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ, ശരിയാണല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചെയ്തതിന് പ്രവാചകൻ കുറ്റപ്പെടുത്തിയില്ല. എന്നാൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ വേളയിൽ കിടക്ക മരണത്തിന്റെ സമയം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ മഹാനായ സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അബൂ ഹുറൈറ, 3 കാര്യം നീ മുടങ്ങാതെ ചെയ്യണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് മരണത്തോട് മല്ലടിക്കുന്ന അവസാന സമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു, അബൂ ഹുറൈറ, നിനക്ക് 3 നന്മ ഞാൻ പറഞ്ഞു തരട്ടെ, നിനക്ക് 3 നന്മ ഞാൻ പറഞ്ഞു തരട്ടെ. എന്താണ് നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, ഈ 3 കാര്യം നീ മുറുകെ പിടിക്കണേ, മുടങ്ങാതെ നിന്റെ ജീവിതത്തിൽ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ മുമ്പ് അവിടുന്ന് ചോദിച്ചു, അബൂ ഹുറൈറ, ഒരു 3 നന്മ ഞാൻ നിനക്ക് പറഞ്ഞു തരാം, നീ അത് നിന്റെ ജീവിതത്തിൽ ചെയ്യണം, അല്ലാഹു ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഉടനെ ഈ സഹാബി ചോദിച്ചു, നബിയെ, ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? കാരണം അന്ന് പറഞ്ഞപ്പോ തല്ലി കിട്ടിയില്ലേ, അന്ന് പറഞ്ഞപ്പോ അടി കിട്ടി. അപ്പൊ ചോദിച്ചു, ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു കൊടുത്തോ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ആ 3 നന്മ പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, നബി ഇത് പറഞ്ഞു കൊടുക്കാവോ? എല്ലാവരോടും പറഞ്ഞു കൊടുത്തു. ഞാൻ പഠിച്ചു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. അല്ലാഹു ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വലിയ ആനക്കാരിയൊന്നുമല്ല, പറ ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് ബാ, ഇങ്ങോട്ട് അടുത്തിരിക്കും, ദുആ ചെയ്യും. ഇരുന്നു അടുത്തിരിക്കറോ, അകലം പാലിച്ചു, കുഴപ്പമൊന്നുമില്ല, കയറിയിരിക്കും ഇൻഷാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു നമ്മളെ ഇത്ര അടുപ്പിച്ചു തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് 3 കാര്യം പറയട്ടെ, ചെയ്യൂലേ? പറഞ്ഞങ്ങാതി ചായ ഒന്നും ഇല്ലേ? ഉണ്ട് ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അപ്പൊ ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞിട്ട് കുടിക്കാം. ഇനി ഇടയിൽ വേണ്ട ദുആ ചെയ്യാൻ സമയമായിരുന്നു. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? 1 മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്നാമതായി പറഞ്ഞു കൊടുത്തു, അബൂ ഹുറൈറ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് മരിക്കണ കാലം വരെ നീ മറക്കരുത്, നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു. സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത്, പ്രത്യേകിച്ച് നമ്മളൊക്കെ ഇത്തിരി പ്രത്യേകം ശ്രദ്ധിക്കണം, സാധാരണ രീതിയിലല്ല. സുബഹിയുടെ സുന്നത്ത് ഹനഫി മദ്ഹബ് അനുസരിച്ചിട്ട് സാധാരണ രീതിയിലല്ല, ആ സുന്നത്തിന് വല്ലാത്ത മഹത്വമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സുബഹിയുടെ സുന്നത്ത് കിട്ടുന്നത് ഈ ദുനിയാവിനും അതിന്റെ ഇരട്ടി കിട്ടുന്നതിനേക്കാളും വലുതാ. സുബഹിയുടെ സുന്നത്തിന് വല്ലാത്ത മഹത്വമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു കൊടുത്തു, സുബഹിയുടെ സുന്നത്ത് ഫർദ് പോട്ടെ, അതേപക്ഷെ നമുക്ക് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. സുബഹിയുടെ സുന്നത്ത് നിർബന്ധമായിട്ടും മുടങ്ങാതെ നീ നിസ്കരിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ വല്ലാത്ത മഹത്വമുള്ളതാ. അതുകൊണ്ടാ സഹോദരങ്ങളെ, പള്ളിയിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വരുമ്പോ ഇമാമ് കൈകെട്ടി, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാമ് കൈകെട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ പള്ളിയിൽ കയറി വന്ന ആള് സുന്നത്ത് നിസ്കരിച്ചില്ല എങ്കിൽ എന്ത് ചെയ്യണം? നിസ്കാരം കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ സുബഹിയുടെ സുന്നത്ത് നിസ്കരിച്ചിട്ട് കയറണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ?
നിങ്ങൾ പള്ളിയിൽ വന്നപ്പോ ഞാൻ കൈകെട്ടി, പക്ഷെ ഞാൻ ഒന്നാമത്തെ റക്അത്ത് തുടങ്ങിയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ സലാം വീട്ടുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എന്റെ നിസ്കാരത്തിൽ, ജമാഅത്ത് നിസ്കാരത്തിൽ കൂടാൻ കഴിയുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓടി വന്നിട്ട് കെട്ടലല്ല, 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കണം, എന്നിട്ട് വന്ന് ജമാഅത്തിൽ കൂടണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കാരണം വല്ലാത്ത മഹത്വം